തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം. ഒരു ശ്രീകോവിലിൽ തുല്യ പ്രാധാന്യത്തിൽ 3 പ്രധാന ദേവതകളുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം. ശക്തിസ്വരൂപിണിയും പരാശക്തിയുമായ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയും അഗ്നിശുദ്ധിയാർന്ന അറിവിന്റെയും സർവ്വകലകളുടെയും ദേവതയായ ശ്രീ സരസ്വതി ദേവിയും സർവ്വവിഘ്നവിനാശകാരകനായ ശ്രീ വിഘ്നേശ്വര ഭഗവാനും ഒരാലയത്തിൽ സർവാഭീഷ്ട വരദായകരായി പടിഞ്ഞാറഭിമുഖമായി കുടികൊള്ളുന്നു. നാലമ്പലത്തിനു പുറത്തായി ശ്രീ ഭുവനേശ്വരി ദേവിയും ശ്രീ മന്ത്രമൂർത്തിയും കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു. 7 നൂറ്റാണ്ടുകൾക്കു മുകളിൽ പഴക്കമുള്ള നാഗർകാവിൽ സന്താന സൗഭാഗ്യമരുളുന്ന നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക എന്നീ ദേവതകൾ കിഴക്കഭിമുഖമായി കുടികൊള്ളുന്നു. 3 പുണ്യശിഖരമുള്ള നാഗർകാവ് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ്. പുണ്യപുരാതനമായ ക്ഷേത്രത്തിലെ 24ാം പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം 2026 ഏപ്രിൽ 26, 27, 28 തീയതികളിൽ താന്ത്രികമായ ആചാരാനുഷ്ഠാനങ്ങളോടെ വിശേഷാൽ പൂജകൾ, കലശപൂജകൾ, നാഗരോട്ട്, പൊങ്കാല, അന്നദാനം, ഭജന, വലിയ കുരുതി തുടങ്ങി വിവിധ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടന്നു.
പ്രകൃതി പുരുഷ ബന്ധമാണ് ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പ്രകൃതി പുരുഷ ബന്ധമാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത്, വിശ്വം പ്രകൃതി എന്ന് പറയുന്നത് ജീവൻ്റെ ആധാരമാണ്. ജലം പ്രാഥമിക കാര്യമാണ്. ജലം, വായു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രാധാന്യമാണ്. അന്നേരം അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ആ ഒരു ചൈതന്യം, ജീവചൈതന്യം സ്ഫുരിക്കുന്നതും നമ്മൾ നേരിട്ട് ആ ചൈതന്യ വർധനവ് കാണുന്നതും പ്രകൃതിയിൽ കൂടെയാണ്. ആ ചൈതന്യത്തിൻ്റെ, ആ നാടിൻ്റെ ആ ഒരു ചൈതന്യവർദ്ധനവിന് നമ്മൾ ആദ്യമേ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്ന ആ പ്രകൃതിയുടെ ആ ഒരു ഭംഗി, അല്ലെ ആ പ്രകൃതിയുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു മഹനീയതയെ കൂടെയാണ് നമ്മൾ ആ ചൈതന്യവർദ്ധനവ് നമ്മൾ അനുഭവിക്കുന്നത്. അന്നേരം ഇവിടെ ചൈതന്യത്തിൻ്റെ എന്താ പറയുന്നത്, അതുപോലെ ചൈതന്യവർദ്ധനമാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു ഉദാഹരണമാണ് ഇവിടെ പ്രകൃതിയോട് അത്രയും ബന്ധമായിട്ട് നമ്മൾ വൃക്ഷപൂജ എന്ന് പറയുന്നത്. കാരണം അത് നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരിട്ട് കാണുകയാണ് ആ വർദ്ധനവ് ഇങ്ങനെ കുത്തിപ്പെടുന്നത്. നമ്മൾ നേരിട്ട് ആ ഒരു പ്രദേശത്തിന്, ആ ഒരു നാടിന് തന്നെ വളരെ 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 ഐശ്വര്യദായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ശുദ്ധവായു എന്ന് പറയുന്നത് തന്നെ മഹാകാര്യമാണ്, മഹാഭാഗ്യമാണ്. അന്നേരം അതിന് ഏറ്റവും വലിയൊരു പ്രാണൻ എന്ന് പറയുന്നതാണ്. ആ പ്രാണനെ പ്രധാനം ചെയ്യുന്ന വൃക്ഷലനാദികൾ. അങ്ങനെയുള്ള ആ വൃക്ഷലനാദികൾ വേണ്ട രീതിയിൽ അത് സാത്വികമായ രീതിയിൽ അത് പൂജിച്ച് ആ പ്രകൃതിയിലേക്ക് നമ്മളത് സമർപ്പിക്കുകയാണ്. പ്രകൃതിക്ക് വേണ്ടി, ഭൂമിദേവിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. ഭൂമിദേവി അതിനെ പരിപാലിച്ച് ആ ചൈതന്യം ഉള്ളിടത്ത് ആ പരിപാലനത്തിനും ആണെങ്കിൽ പോലും ആ മഹത്വം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ കാണുകയാണ്. എന്ത് ദേവിയുടെ മുമ്പിൽ പൂജിച്ച് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാലും അങ്ങ് പുഷ്ടിപ്പെടുകയാണ്. അതാ പറഞ്ഞേ, അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താ പറഞ്ഞാൽ ദേവിയുടെ ചൈതന്യം അതുപോലെയാണ്. അന്നേരം ആ ചൈതന്യം കൊണ്ട് ആ ചൈതന്യം എന്താ, നമ്മളിപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ അവിടെ ഒരു വിഗ്രഹം ഇരിക്കുന്നു എന്നുള്ളതല്ല, അവിടെ ചൈതന്യം ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയാണ്. അല്ലാതെ നമ്മൾ എന്താണെങ്കിലും ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷതം പ്രാണയത രീതി, അതായത് ക്ഷതം പല രീതിയിലുണ്ടാകും. അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് മൊത്തം ക്ഷതം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു മകുടോദാഹരണമാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രിവെൻഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതായത് എല്ലാവരും ആ ഒരു സങ്കല്പത്തിൽ ദേവിയെ ഭരിക്കുക, പ്രകൃതിയെ ഭജിക്കുക. പ്രകൃതിയെ ഭരിക്കുന്നത് ദേവീഭജനം തന്നെയാണ്, സംശയിക്കാനൊന്നുമില്ല. അതിന് പ്രകൃതി, വിശ്വപ്രകൃതി തന്നെയാണ് ദേവി. അത്രയേ ഉള്ളൂ. എല്ലാവരും ആ ഒരു സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുക. ഭഗവതിയുടെ ഈ മഹനീയ എന്താ പറയുന്നത്, ഇത്രയും സാന്നിധ്യമുള്ള ഭഗവതിയുടെ മുന്നിൽ വിളിച്ച് നട്ടുപിടിപ്പിച്ച ചന്ദനമരമാണ്. ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു കൃതാർത്ഥതയാണ് നമുക്ക്.
2026 ഏപ്രിൽ മാസം 28-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു പൊങ്കാല മഹോത്സവം.
പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം 24ാം പുനഃപ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ വൃക്ഷപൂജ, അതിൽ സാറ് നമ്മുടെ ചീഫ് ഗസ്റ്റാണ്. സാറിൻ്റെ പേര് പോലും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സാറിനെ കാണാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ഒന്ന് സാറിൻ്റെ സാറിൻ്റെ പ്രഭാഷണമൊക്കെ നമ്മളിനി അടുത്ത നവരാത്രിക്ക് ഫുൾ പ്രോഗ്രാമായിട്ട് വയ്ക്കാം. അത്രയ്ക്കും മഹത് വ്യക്തിയാണ്, എന്തൊരു മഹാനുഭാവലും. അവിടേക്ക് വന്ദനം, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മരം ഒരു വരം, അത് ഞങ്ങളുടെ വിയാറ്റ് നാഗർകാവിൽ 63 ഔഷധ സസ്യങ്ങൾ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് കാര്യവട്ടം ഗംഗപ്രസാദ് സാറ് വരുന്നുണ്ട്. ഡോക്ടർ ഗംഗപ്രസാദ് സാർ ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് അപൂർവ എക്സ്റ്റിങ്ക്റ്റായ ട്രാവൻകൂർ ഡാൽബറിയ ട്രാവൻകൂറിക്ക വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് കുറേ ലിമിറ്റേഷനുള്ള അമ്പലമാണ്, സ്ഥലപരിമിതി ഉണ്ട്. എന്നാലും നമ്മൾ ആ ഒരു വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വരമാണ് വൃക്ഷങ്ങൾ. അത് സംരക്ഷിച്ച് എല്ലാവരും പ്രാണൻ അല്ലേ, ഒരു കാവ് എന്ന് പറഞ്ഞ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ എന്താ പറയുക ശ്വാസകോശം അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മളെല്ലാവരും ഞങ്ങളിവിടെ ഒരു ജ്യോതിർഗമയ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടി നവരാത്രിക്ക് തുളസി തൈ പൂജിച്ച് നൽകുകയും അത് ഓരോ കുട്ടികളും 10 തൈ അടുത്ത പ്രാവശ്യം നവരാത്രിക്ക് തരണം. അങ്ങനെ ഒരു തുളസി വനം എല്ലാ വീട്ടിലും വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ മരങ്ങളില്ലെങ്കിൽ മനുഷ്യന് ജീവിതമില്ല, തിരിച്ച് മനുഷ്യരിലും മരങ്ങൾക്ക് ജീവിക്കാം. അവർ തരുന്ന ഭക്ഷണം, അവർ തരുന്ന ഓക്സിജൻ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ ഫർണിച്ചറാവട്ടെ എന്താവട്ടെ മരങ്ങളില്ലാതെ മനുഷ്യ ജീവിതം അസാധ്യം. ഈ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ട് മരത്തെ സംരക്ഷിക്കുക. ഒരു മരം മുറിക്കുകയാണെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് 2 നടുക. എല്ലാവരും ഒരു കുട്ടി ഈ പൂജ നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ആരുടെയും സഹായം ഇല്ലാതെ ഒരു തൈ നട്ട് വളർത്തി അതൊരു കുഞ്ഞിനെ വളർത്തും പോലെയാണ്. 10 സൽപുത്രന്മാർക്ക്, അത് ഏതിലാണ് വരുന്നത് സാർ? 10 സൽപുത്രന്മാർക്ക് സമമാണ് ഒരു വൃക്ഷം നട്ട് പരിപാലിക്കുന്നത്. ഞാൻ മറന്നു ഏതോ നമ്മുടെ ഉപനിഷത്തിലുള്ളതാണ്. അതുപോലെ പിന്നെ ഏത് കുട്ടികൾക്ക് 5 വയസ്സായ കുട്ടിയോട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ എത്രയോ പ്രായമായവർക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ചെടി നട്ട് സംരക്ഷിക്കുന്ന ഈ തത്വം എല്ലാവരും ഉൾക്കൊണ്ട് നമുക്ക് പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതം കുറേ കൂടി സുരക്ഷിതം, കുറേ കൂടി ആരോഗ്യമാക്കാൻ ദേവിയുടെ നാമധേയത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമ്മുടെ 24ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള വൃക്ഷപൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൃക്ഷപൂജ ഈ ക്ഷേത്രത്തിൽ 10-20 വർഷമായിട്ട് മുടങ്ങാതെ നടന്നു വരുന്ന പൂജയാണ്. ഈ പൂജയിൽ 2013 നമ്മുടെ സൂര്യാകൃഷ്ണമൂർത്തി സാർ അവർകൾ നമുക്ക് ഒരു രുദ്രാക്ഷമരം നട്ടുതരികയുണ്ടായി. ആ രുദ്രാക്ഷം കായ്ക്കുന്ന ആദ്യത്തെ രുദ്രാക്ഷം സാറിന് കൊടുക്കണമെന്ന ഒരു നിബന്ധനയും ഒരു റിക്വസ്റ്റും അദ്ദേഹം അന്ന് വച്ചിരുന്നു. 2023 നിറച്ച് രുദ്രാക്ഷം അതിൽ കായ്ക്കുകയും ആ രുദ്രാക്ഷം നമ്മൾ പൂജിച്ച് സൂര്യാകൃഷ്ണമൂർത്തി സാർ അവർകൾ ഇവിടെ വന്ന് അത് കൈക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ വച്ചിട്ടുള്ള വിവരവും ഞാനിവിടെ പറയുന്നു. അങ്ങനെ ഇവിടെ വൃക്ഷം നട്ടിട്ടുള്ള വലിയ മഹൽ വ്യക്തികളുമുണ്ട്. കൈതപ്പുറം തിരുമേനി നട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ വിജി തമ്പി സാർ അങ്ങനെ വളരെ ഓരോ വൃക്ഷപൂജയ്ക്കും ഇന്ന് മൂർത്തി സാറ് നമുക്ക് ക്രിസ് സാറ് അവർ ഒരു വൃക്ഷം നട്ടു തരാൻ പോവുകയാണ്. ആ വൃക്ഷത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടാണ് സാറിൻ്റെ ജന്മവൃക്ഷത്താണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് സാറിനെ കൊണ്ട് തന്നെ നടുവിക്കാനായിട്ട്. ഇവിടെ നമ്മുടെ പങ്കജകസ്തൂരി ഹരീന്ദ്രൻ നായർ സാറ് അദ്ദേഹത്തിൻ്റെ വൃക്ഷമായ കരിങ്ങാലി ഇവിടെ നട്ടിട്ടുണ്ട്. അത് എൻ്റെയും കൂടെ വൃക്ഷമാണ്. അങ്ങനെ സന്തോഷം. അങ്ങനെ ഈ വൃക്ഷം നടത്തി വരുന്നു. കാരണം വൃക്ഷങ്ങളാണ് നമുക്ക് ഓക്സിജൻ തരുന്നത്, പ്രാണവായു തരുന്നത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അതുകൊണ്ട് വൃക്ഷമില്ലാതെ മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. ആ സന്ദേശമാണ് ഞങ്ങൾ ഒരു വരം വൃക്ഷപൂജയിലൂടെ നൽകുന്നത്. കാവില് 64 ഔഷധ സസ്യങ്ങളുണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിച്ച ആളാണ് ഡോക്ടർ ഗംഗാപ്രസാദ് സാർ. അദ്ദേഹമാണ് കാവിൻ്റെ മാഹാത്മ്യം നമ്മളെ ആദ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത്. എല്ലാ വർഷവും നടത്തുന്നത് പോലെയുള്ള വൃക്ഷപൂജ ഈ വർഷവും വളരെ ഗംഭീരമായിട്ടാണ് വിയാറ്റ് കാവ് നടത്തുന്നത്. ഈ ക്ഷേത്രവുമായിട്ട് എനിക്കുള്ള ബന്ധമെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാവിൻ്റെ ഒരു സ്റ്റഡി ഞാനിവിടെ നടത്തിയിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ സഹകരണത്തോടു കൂടി നടത്തിയതാണ്. 1-2 പേര് സ്റ്റുഡൻസ് ഇവിടുത്തെ കാവുകളിലുള്ള സസ്യങ്ങളെപ്പറ്റി
പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങളായ ഒട്ടനവധി സസ്യങ്ങൾ, ഏകദേശം 65-70ഓളം സസ്യങ്ങൾ ഇതിനകത്ത് പുഷ്പിക്കുന്നതും പുഷ്പിക്കാത്തതുമായ സസ്യങ്ങൾ ഈ കാവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കുടൽ ചുരുക്കി എന്ന് പറയുന്ന ഒരു മുറിൻ്റെ, നമ്മളെ മഞ്ജുനാത്തിയുടെ വർഗത്തിൽപ്പെടുന്ന പക്ഷേ അത് ഒരു മരമല്ല, അതൊരു വള്ളിച്ചെടിയാണ്. അത് ഏകദേശം ഒരു വർഷങ്ങളോളം പഴക്കമുണ്ട്. അതിൻ്റെ ഭാഗം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് എത്രയോ 42 ഇഞ്ചുണ്ട്. അപ്പോൾ അത്രയും വളർച്ച എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150 വർഷത്തോളം ആ ചെടിക്ക് പ്രായമുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വർഷം പഴക്കമുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു കാവാണ്. അതുകൂടാതെ സലേഷ്യ എന്ന് പറഞ്ഞ പൊൻകുരണ്ടിയിൽ വരുന്ന ഒരു സസ്യവും അതും ഒരു വള്ളിച്ചെടിയാണ്. അതിനും ഇതേപോലെയുള്ള ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ട്. പിന്നെ ഈട്ടിയുടെ ജനുസിൽപ്പെടുന്ന അതും ഒരു വള്ളിച്ചെടിയാണ്. അത് നമ്മൾ ഡാൽബർജിയ ട്രാവൻകൂറിക്ക എന്നാണ് അതിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായി കണ്ടെത്തിയ സസ്യമാണ്. പക്ഷേ അത് കണ്ടെത്തിയതിന് ശേഷം ഏകദേശം 150 വർഷത്തോളം ഈ സസ്യം അന്യം നിന്ന് പോയി എന്ന് ശാസ്ത്രലോകം വിലയിരുത്തിയ ഒരു ചെടിയാണ്. പക്ഷേ ആ സസ്യം നമ്മളിവിടെ ഈ കാവിൽ വളരെ സുരക്ഷിതമായി സംരക്ഷിച്ചു വരുന്നുണ്ടെന്നുള്ളത് നമ്മളതൊരു ജേണലിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു പ്രോജക്റ്റ് ഇവിടുത്തെ ഒരു സസ്യത്തെ പറ്റിയാണ് നമ്മൾ സ്റ്റഡി നടത്തിയത്. ആ സസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ടസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് എഴുതിയ വളരെ പുരാതനമായ ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് പ്രതിപാദിക്കുന്ന ഒരു സസ്യമാണ്. ആ സസ്യത്തെപ്പറ്റി നമ്മളൊരു ഗവേഷണം നടത്തുകയും എൻ്റെ കീഴിൽ ആ കുട്ടിക്ക് ഒരു PhD ലഭിക്കുകയുണ്ടായി. അത് കേരള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 2017 ഏറ്റവും നല്ല പ്രോജക്റ്റിനുള്ള അവാർഡായ ഡോക്ടർ വാസുദേവ് അവാർഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഞാൻ ഈ കാവിൽ വന്ന് ഈ സ്റ്റഡി നടത്തുമ്പം തന്നെ നമ്മുടെ സാറും അതേപോലെ തന്നെ ശ്യാമള മേഡവും പറഞ്ഞു ഇവിടെ വരുന്നവർക്കെല്ലാം അവാർഡ് കിട്ടുമെന്ന്. അത് പറഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടി. അത് വളരെ സന്തോഷമാണ്. ഞാൻ ഇവിടെ വരുന്ന പൂജയെടുപ്പിനുള്ള ആ പരിപാടിക്കും അതേപോലെ വൃക്ഷ പൂജയ്ക്കും എല്ലാം ഞാൻ എല്ലാ വർഷവും അതിനുശേഷം എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൃക്ഷങ്ങളെ അല്ലെങ്കിൽ സസ്യങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് സസ്യത്തിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അത് പ്രകൃതിയെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സസ്യങ്ങളോട്, ഞാനൊരു സസ്യശാസ്ത്രജ്ഞനാണ്, അതുകൊണ്ട് സസ്യങ്ങളോടുള്ള താല്പര്യവും ഈ അമ്പലത്തിൽ ഇത് കൺസർവ് ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ കാര്യം ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ, പ്രത്യേകിച്ച് നമ്മുടെ സാറിനോടും അതേപോലെ തന്നെ മാഡത്തിനോടും എനിക്കുള്ള നന്ദിയും കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്. മരം ഒരു വരം. ഈ ധന്യ മുഹൂർത്തത്തിൽ എനിക്കും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു.
ഇതിന് മഞ്ഞ നമ്മൾ 10 കിലോ നേരിയത് 3 പാവട മാത്രമേ ഉള്ളൂ.
ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ഭഗവാന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.